അപ്പം ഇന്ന് വിഷുവായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വിചാരിച്ച് കുറച്ച് പടക്കമൊക്കെ മേടിച്ചങ്ങോട്ട് പൊട്ടിക്കാന്ന്. എന്താണെന്നറിയില്ല, ഞാൻ ഫോൺ എടുത്ത് വരുമ്പോഴേ ഇവർക്കൊക്കെ പേടിയാണ്. വീടിൻ്റെ അടുത്ത് ചെറിയൊരു ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്കാണ് പടക്കം മേടിക്കാൻ പോകുന്നത്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു വീട് കത്തിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയി മേടിച്ച കട മൊത്തം മേടിക്കും പറഞ്ഞിട്ടാണ് എൻ്റെ താത്ത എൻ്റെ ഒപ്പം വന്നത്. ഇതിന് ഭേദം ഞാൻ ഒറ്റയ്ക്ക് വരുമായിരുന്നു. പിന്നെ ഈ ഒരു സാധനം എന്താണെന്നറിയില്ല, ഇത് കാണുമ്പോൾ പണ്ടത്തെ നമ്മുടെ വിഷുക്കാരൊക്കെ കൂടെ ഓർമ്മ വരും. പിന്നെ വളരെ കുറച്ച് സാധനങ്ങളെ ഞങ്ങൾ എടുത്തുള്ളൂ. ഞങ്ങൾ ഈ ഷോപ്പിന്റെ ഡെയിലി കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ മാലപ്പടക്കം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി. ഇനി അധികം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ പൊട്ടിക്കണം. അങ്ങനെ വേടിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതിപ്പോൾ വിഷു എന്ന് മാത്രമല്ല, എന്തൊരു ചെറിയ കാര്യമാണേലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ വലിയ ഹാപ്പിനെസ് ആക്കി മാറ്റലുണ്ട്. വീട്ടിൽ എത്ര തപ്പിയിട്ടും കത്തിക്കാനുള്ള ഒരു കുന്തും അവിടെ കാണാനില്ല. അങ്ങനെ അവസാനം തപ്പി സാധനം കിട്ടാൻ കിണറിന്റെ സൈഡ് വരെ തപ്പേണ്ടി വന്നു. രംഗമാണ് നമ്മളിപ്പോൾ യെസ് കിട്ടി, എടുക്ക് ഏന്ന് പറ. അങ്ങനെ മേടിച്ച പടക്കങ്ങളൊക്കെ പൊട്ടിത്തീർന്നപ്പോൾ എൻ്റെ മാതാജിയുടെ അഭിപ്രായത്തെ മാനിച്ച് വീണ്ടും മേടിക്കാൻ പോവാണ്. ഒരു പെട്ടി മൊത്തം മേടിക്കാനായിരുന്നു പ്ലാന്, പക്ഷേ ഇതിലാകെ 3 ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാത്രി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് രാവിലെയും പൊട്ടിച്ച് ഇവൻ കുറച്ചു നേരമായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. അങ്ങനെ ഈ ഓലപ്പടക്കത്തോടുകൂടി ഇവിടുത്തെ വിഷു പരിപാടി അവസാനിപ്പിക്കുകയാണ്.